കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് മറ്റൊരു വാർഡിൽ നിന്നുള്ള പ്രതിനിധിയാണെങ്കിൽ പോലും സിറ്റിംഗ് കൗൺസിലറെ പരാജയപ്പെടുത്തി ഒരു സ്വതന്ത്രം വിജയിച്ചിരിക്കുന്നു. പത്തനംതിട്ട നഗരസഭ 16-ാം വാർഡിലാണ് ബിബിൻ ബേബി അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. അത്ര കോൺഫിഡൻസ് ആയിരുന്നോ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാകാൻ? അല്ല, നമ്മൾ ചെറുപ്പം മുതലേ പ്രവർത്തിച്ച് വരുന്ന ഒരു വാർഡായിരുന്നു. നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഇവിടുത്തെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലായാലും കളിച്ചു വളർന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലും എല്ലാം സജീവമായി നിന്നൊരു വാർഡായിരുന്നു. അപ്പം അവിടെ മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നപ്പോൾ ഇതേപോലെ വാർഡിന് പുറത്തുനിന്നും സീനിയറായിട്ടുള്ള നേതാവിനെ കൊണ്ടിറക്കുകയായിരുന്നു പാർട്ടി ചെയ്തത്. അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ സ്ഥാനാർത്ഥിയായി. അതെ, നമ്മൾ ഇവിടെ വോട്ട് ചേർക്കുകയും ബാക്കിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലായാലും ബാക്കിയുള്ള കുട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂൾ തുറക്കുമ്പോഴുള്ള പഠനോപകരണ വിതരണങ്ങളിലും ബാക്കിയുള്ള കിറ്റ് വിതരണങ്ങളിലും ഒക്കെ സജീവമായ പ്രവർത്തനങ്ങൾ ചെയ്താണ് വാർഡിൽ നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു. അപ്പം വാർഡിൽ വോട്ടുകൾ ചേർക്കുകയും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം വോട്ടുകൾ ചേർക്കുകയും എല്ലാം ചെയ്ത് സജീവമായി നിന്നൊരു സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതേപോലൊരു സാഹചര്യം പാർട്ടി കൊണ്ട് നിർത്തിയത്. 240 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ വലിയ ജനസമ്മതിയാണ് നാട്ടിൽ. അതെ, നല്ലൊരു ഭൂരിപക്ഷമാണ് ജനങ്ങൾ നമുക്ക് തന്നത്. എല്ലാം കൂടെ പ്രവർത്തിക്കാനായാലും ഇവിടെ എല്ലാം ജനങ്ങളെല്ലാം കൂടെ ഇറങ്ങിയാണ് പ്രവർത്തിച്ച് നല്ലൊരു ഭൂരിപക്ഷത്തെ ഇതുപോലെ ജയിപ്പിച്ച് എടുത്തത്. അപ്പോൾ ഈ വിജയം കൊണ്ട് പാർട്ടിയുടെ തീരുമാനം തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി പാർട്ടിയോടൊപ്പം അങ്ങ് ചേരാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വിജയം കൊണ്ട് പാർട്ടിയുടെ തീരുമാനം എതിരാണെന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ ഈ വിജയത്തോടു കൂടി പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ പാർട്ടിയോടൊപ്പം ചേരുന്ന കാര്യങ്ങളിലൊക്കെ ബാക്കി കൂടെ ഉള്ളവരുടെ എല്ലാം തീരുമാനങ്ങൾ അനുസരിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. അപ്പം കോൺഗ്രസിൻ്റെ നഗരസഭയിലെ കക്ഷി നേതാവായ ജാസിം കുട്ടിയാണ് ബിബിനോട് പരാജയപ്പെട്ടതിൽ പ്രമുഖൻ. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.